ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. TFS ആയിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് കടന്നു വരുവാനും വലിയനാളിലെ ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും തന്ന നല്ല മനോഹരമായുള്ള അനുഭവങ്ങൾക്കായിട്ട് അവസരത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ തിരുവേദന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട റവറൻഡ് ഡോക്ടർ KV സൈമൺ അച്ഛനാണ് വന്നിരിക്കുന്നത്. അച്ഛനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചെയ്യുന്ന ശുശ്രൂഷകളെ ദൈവം മാനിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയം അനുഗ്രഹിക്കപ്പെട്ടതാളുടെ ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവജന ശുശ്രൂഷയ്ക്കായിട്ട് അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ TFSന്റെ സൂം പ്ലാറ്റ്ഫോമിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ശുശ്രൂഷ നിർവഹിപ്പാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിന് അവസരമൊരുക്കിയ അതിൻ്റെ കോർഡിനേറ്റർ പ്രിയപ്പെട്ട രാജു ടിയോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മൾ ഈ ആഴ്ചകളിലൊക്കെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളെ കുറിച്ചാണ്. അതിൽ ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സർദീസിലെ സഭയെക്കുറിച്ചാണ്. അത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. അതൊന്ന് വായിച്ചു കൊള്ളട്ടെ. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക: ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് ഓർത്തുകൊള്ളുകയും മനസ്സാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേര് ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് കൂടി വരുവാൻ ഇടയായതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനം ജീവനും ചൈതന്യമുള്ളതാണല്ലോ. ആ വചനത്തിൽ നിലനിൽപ്പാൻ, ആ വചനത്തിൽ ശക്തിപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ശ്രവിക്കുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് വാഴ്ത്തണമേ. ദൈവനാമം ഞങ്ങൾക്കൂടെ മഹത്വം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ, കലം കയ്യിലുള്ളവനും 7 നക്ഷത്രം കയ്യിലുള്ളവനുമായ ദൈവം കർത്താവാണ് ഈ വാക്യം അരുളി ചെയ്യുന്നത് എന്ന് അതിൻ്റെ പ്രാരംഭത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ യോഹന്നാൻ ശ്ലീഹായിക്ക് ലഭിച്ചതായിട്ടുള്ള ദർശനത്തിൻ്റെ വിവരണമാണ് ഈ 7 സഭകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സർദീസിലെ സഭയെക്കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് എ ഡെഡ് ചർച്ച്, മരിച്ചുപോയ സഭ എന്നാണ് പറയുന്നത്. ഇത് സർദീസ് എന്ന് പറയുന്നത് ലിഥിയൻ കിങ്ഡത്തിൻ്റെ ക്യാപിറ്റലാണ്. പാക്ടോലസ് റിവറിൻ്റെ സമീപത്ത്, അറ്റ് ദ ഫുട്ട് ഓഫ് ദി ടുമോലസ് മൗണ്ടൻസ്. ഈ രാജ്യം അനേക സാമ്രാജ്യങ്ങൾക്ക് അധീനപ്പെട്ടിരുന്നു. പേർഷ്യൻ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം, ബൈസൈൻഡൈൻ സാമ്രാജ്യം, ഇങ്ങനെ വിവിധ സാമ്രാജ്യങ്ങൾക്ക് അധീനപ്പെട്ട് ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു പട്ടണമായിരുന്നു സർദീസ് പട്ടണം എന്ന് പറയുന്നത്. ഇവിടെ അർതെമിസ് ദേവിയുടെ മനോഹരമായ ഒരു ക്ഷേത്രമുണ്ട്. അത് സൺ ഗോഡസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് സിനഗോഗ്സ്, യഹൂദന്മാരുടെ ഏറ്റവും വലിയ പുരാതനമായ ഒരു പള്ളി ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു. സർദീസ് സ്റ്റോൺസ് എന്ന് പറയുന്നത് വളരെ വിചിത്രമായ രത്നക്കല്ലുകളാണ്. മഹാപുരോഹിതന്മാരുടെ അങ്കിയിൽ, ഏഫോദിൽ അണിഞ്ഞിരിക്കുന്ന ആ പതക്കം വെച്ച കല്ല് സർദീസ് കല്ലുകളാണെന്നാണ് പറയപ്പെടുന്നത്. ഈ സഭയെക്കുറിച്ച് പറയുമ്പോൾ ആത്മീയ അപജയം സംഭവിച്ച ഒരു സഭ,
ജീവിച്ചിരിക്കുന്നവനെന്ന് പേരുണ്ട്, പക്ഷേ മരിച്ചവനാകുന്നു. ദർ ഈസ് നോ സ്പിരിച്വൽ ലൈഫ്. മരിച്ച ഒരു വ്യക്തിയെ, അസ്വാഭാവികമായി മരിച്ച ഒരു വ്യക്തിയെ അവരുടെ മരണകാരണം അറിയുന്നതിന് നമ്മൾ സാധാരണയായി പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ട്. ഇവിടെ സ്പിരിച്വൽ ഓട്ടോപ്സി നമുക്ക് ആവശ്യമാണ്. ഈ സഭ, മരിച്ച സഭ അല്ലെങ്കിൽ ചത്തുപോയ സഭ എന്ന് പറയുമ്പോൾ ഈ മരിച്ചതിൻ്റെ കാരണം എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു സ്പിരിച്വൽ ഓട്ടോപ്സി ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ വെളിപ്പെടുത്തുന്നു. ഡിക്ലൈനിങ് ഇൻ ആക്ടിവിറ്റി, പ്രവൃത്തിയിൽ മന്ദതയും അലസതയും കാണുന്നു. ഡിക്രീസ് ഇൻ അറ്റൻഡൻസ്, ആരാധനയിൽ ആളുകളുടെ സാന്നിധ്യം കുറയുന്നു. ലാക്ക് ഓഫ് എൻഗേജ്മെന്റ്, ദൈവത്തോടുള്ള ബന്ധത്തിലും പ്രവൃത്തിയിലും നമുക്ക് വേണ്ടത്ര താല്പര്യമില്ലാതെ ആയിരിക്കുന്നു. ഡിക്ലൈൻ ഇൻ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച്, മറ്റുള്ളവരോട് സുവിശേഷ ഊർജം നഷ്ടപ്പെട്ടിരിക്കുന്നു. പൂവർ ലീഡർഷിപ്പ്, നേതൃത്വത്തിൻ്റെ അപര്യാപ്തത ഇവിടെ സംഭവിക്കുന്നു. ലാക്ക് ഓഫ് സ്പിരിച്വൽ വൈറ്റാലിറ്റി, ആത്മീയമായ ഉണർവും ഊർജവും ഉന്മേഷവും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ബിക്കം സ്റ്റാഗ്നന്റ്, വളരെ നിശ്ചലമായ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ലാക്ക് ഓഫ് പ്രയർ, ജെനുവൻ വർഷിപ്പ്, പ്രാർത്ഥനയുടെ പോരായ്മ, ആരാധനയുടെ കുറവ്, ഇതെല്ലാം ഈ സഭയിൽ സംഭവിച്ചു. ലാക്ക് ഓഫ് കമ്പാഷൻ, മറ്റുള്ളവരോടുള്ള അനുകമ്പയോ സ്നേഹമോ താല്പര്യമോ ഇല്ലാത്തതായിട്ടുള്ള ഒരവസ്ഥ. നെഗ്ലക്റ്റിംഗ് റിയൽ ഫെയ്ത്ത് ആൻഡ് ട്രസ്റ്റിംഗ് ഗോഡ്, ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും നഷ്ടപ്പെടുത്തി കളഞ്ഞതായിട്ടുള്ള ഒരു സഭ. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഈ സഭയെക്കുറിച്ച് പറയുന്നത് ഇതാണ്: നിങ്ങൾ മരിച്ച ഒരു സഭയാണ്. രണ്ടാമതായിട്ട് ഈ സഭയെക്കുറിച്ച് പറയുന്നത്, നിന്റെ പ്രവർത്തികൾ എൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി ഞാൻ കണ്ടില്ല. എന്താണ് കർത്താവ് വിശ്വാസികൾക്ക് ശിഷ്യഗണത്തിന് പൂർത്തിയാക്കുവാനായിട്ട് നൽകിയതായിട്ടുള്ള പ്രവൃത്തി? കർത്താവിൻ്റെ നിയോഗത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരോട് അരുളിച്ചത് ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാനിലൊക്കെ ഉപദേശിച്ചും കൊണ്ട് സകല ജനതകളെയും ശിഷ്യരാക്കിക്കൊള്ളു. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ക്രിസ്ത്യാനികളാക്കുക മാത്രമല്ല, മറ്റുള്ളവരെ ശിഷ്യരാക്കി തീർക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിട്ടുണ്ട്. ദർ ഈസ് ഗ്രേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്ത്യൻസ് ആൻഡ് ഡിസൈപ്പിൾസ്. ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ സാധാരണഗതിയിലുള്ള ഒരു ജീവിത ശൈലിയിൽ മുമ്പോട്ട് പോകുന്നു. എന്നാൽ ശിഷ്യർ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഉത്തരവാദിത്വം കൂടുതലുണ്ട്. മറ്റുള്ളവരോട് പ്രഘോഷിക്കുക, മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുക, മറ്റുള്ളവരെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക, ഇതൊക്കെയാണ് ശിഷ്യത്വത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. കർത്താവിൻ്റെ സ്നാപനം എന്ന് പറയുന്നത് ക്രൂശിലെ സ്നാപനമായിരുന്നു. കർത്താവ് യാക്കോബിനോട് യോഹന്നാനോടും ചോദിച്ചു, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ, ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയുമെന്ന്. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കഴിയും, അത് ശരിയാണ്. പക്ഷെങ്കിൽ വലത്തും ഇടത്തും ഇരിപ്പാനുള്ള വരം നൽകുന്നത് എൻ്റെതല്ല, അത് പിതാവുള്ളതാണ്. ഒരു വലിയ പ്രഖ്യാപനം കർത്താവ് നടത്തുന്നു. അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവ് ഏറ്റെടുത്ത ആ പാനപാത്രം കുടിക്കുക, കർത്താവ് ഏറ്റെടുത്ത സ്നാനം ഏൽക്കുക എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് യാക്കോബും യോഹന്നാനും ആയിത്തീർന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നാനം കാൽവരിയിലേക്ക് നയിക്കുന്ന, ലോകത്തിന് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഒരു വലിയ സ്നാനമായിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. ഒരുവൻ എന്നെ അനുഗമിപ്പാനിച്ചാൽ നാൾതോറും എൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുന്നു. ഉപദേശിക്കുക. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീമോത്തിയോസിന് നൽകുന്നതായിട്ടുള്ള പ്രബോധനത്തിൽ പറയുന്നു, വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. ഒരുങ്ങിയിരിക്കുവാനും വചനം പ്രസംഗിക്കുവാനുമാണ് ക്രിസ്തീയ ശുശ്രൂഷകന്റെ ബാധ്യത എന്ന് പറയുന്നത്. സുവിശേഷം പ്രഘോഷിക്കുന്നത് ഏത് വിശ്വാസിയുടെയും പ്രഥമ കർത്തവ്യമാണ്. പത്രോസ്ലീഹ പറയുന്നു, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് നമ്മൾ. അതുകൊണ്ട് അപ്രകാരമുള്ളതായ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു.
ഹീൽ ദ സിക്ക്. കർത്താവ് 70 പേരെ നിയോഗിച്ചയച്ചതായിട്ടുള്ള സമയത്ത് അവരോട് പറയുന്നു, നിങ്ങൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രഘോഷിക്കുക, അവിടെയുള്ള രോഗികളെ സൗഖ്യമാക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക. ലവ് വൺ അനദർ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. പ്രേ ഡിലിജന്റ്ലി, ഉണർവോടും ജാഗ്രതയോടും കൂടെ പ്രാർത്ഥനയോടും കൂടെ ഇരിക്കുക. ജാഗ്രത പാലിക്കുവാനായിട്ട് പല പ്രാവശ്യം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ട്. 10 കന്യകമാരുടെ ഉപമയിൽ അത് പറയുന്നുണ്ട്. ഉണർന്നും ജാഗ്രതയോടും ആയിരിക്കുക എന്ന് പറയുമ്പോൾ ആ 10 പേരിൽ 5 പേര് ഉണർന്ന് ജാഗ്രതയോടുകൂടി ഇരുന്നപ്പോൾ അവർക്ക് മണവാളിനോടുകൂടി അകത്ത് പ്രവേശിപ്പാൻ സാധിച്ചു. മറ്റ്5 പേര് അവരുടെ വിളക്ക് കെട്ടുപോയത് കൊണ്ട്, എണ്ണയില്ലാതിരുന്നത് കൊണ്ട് അവർക്ക് അകത്ത് പ്രവേശിപ്പാനായിട്ട് സാധിക്കാത്തതായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ആയിത്തീർന്നു. ട്രസ്റ്റ് ഇൻ ഗോഡ്സ് പ്രൊവിഷൻ. ദൈവത്തിന്റെ കരുതലിൽ പരിപൂർണമായി ആശ്രയിക്കുക. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിന് ദോഷം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറയുന്ന ആ പൗലോസിന്റെ വലിയതായിട്ടുള്ള ആ ഉറപ്പ്, ധൈര്യം, ക്രിസ്തുവിലുള്ള ആശ്രയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. അതുമാത്രമല്ല, നമ്മൾ സാക്ഷികളായിരിക്കുവാൻ കർത്താവ് തന്നെ അരുളി ചെയ്തു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലെ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി തീരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിന്റെ വലിയ ഉത്തരവാദിത്വമാണ്. രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, സ്വന്തം ജനമായി ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അവന്റെ സാക്ഷ്യം വഹിക്കുവാനാണ്. സാർദീസിലെ സഭയോടും ദൈവം പറയുകയാണ്, നിന്റെ പ്രവൃത്തികൾ എൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി ഞാൻ കണ്ടില്ല എന്നവരെ കുറിച്ച് കുറ്റം പറയുന്നു. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചാവാറായവർ. ആദ്യത്തെ ഗ്രൂപ്പ് ചത്തുപോയവരാണ്. രണ്ടാമത്തേത് ചാവാറായവർ, എബൌട്ട് ടു ഡൈ. സർദീസിലെ സഭ ഒരു ആത്മീയ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും മരിക്കാം. ശാരീരികമായ മരണത്തിന് ചില ലക്ഷണങ്ങളുണ്ട്, അതുപോലെ തന്നെ ആത്മീയ മരണത്തിനും ചില ലക്ഷണങ്ങളുണ്ട്. നോ ആപ്പറ്റൈറ്റ്. ശാരീരികമായ മരണം എന്ന് പറയുമ്പോൾ വിശപ്പില്ലായ്മ വരിക, ഭക്ഷണത്തോട് വെറുപ്പ് തോന്നുക എന്ന് പറയുന്നത് പോലെ ദൈവവചനമായ ഭക്ഷണത്തോട് ആഭിമുഖ്യം കുറയുക, വചനമെന്ന മയമില്ലാത്ത പാൽ കുടിപ്പാനായിട്ട് വാഞ്ചിക്കണമെന്ന് പറയുമ്പോൾ അതിനോട് താല്പര്യമില്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടാകുക. ആത്മീയമായ വിറയൽ രോഗം, സ്പിരിച്വൽ പാർക്കിൻസൺസ് ബാധിക്കുന്നതായുള്ള അവസ്ഥ. ശാരീരികമായ പാർക്കിൻസൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവയവങ്ങളെയും നാഡീനരമ്പുകളെയും ക്ഷയിപ്പിക്കുന്നതായിട്ടുള്ള ഒരു രോഗമാണ്. എന്ന് പറയുന്നത് പോലെ ആത്മീയമായ വിറയൽ രോഗം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആത്മീയമായ കാര്യങ്ങളിൽ ഒന്നും താല്പര്യമില്ലാതെ, അതിനോട് ഉത്സാഹമില്ലാതെ, ഊർജമില്ലാതെ ഇരിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഡിക്രീസ് ഓഫ് ബ്രത്ത്, സ്പിരിച്വൽ ബ്രത്ത്. ആത്മീയമായ ശ്വാസോച്ഛ്വാസം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നു. ആത്മീയ ഊർജം കുറഞ്ഞു വരുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ മന്ദത കാണിക്കുന്നു. സ്പിരിച്വൽ ലീതാർജി, ആത്മീയമായ മന്ദതയിലേക്ക് നാം പ്രവേശിക്കുന്നു. ദൈവിക കാര്യങ്ങളോടുള്ള താല്പര്യമില്ലായ്മ നമുക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സോഷ്യൽ വിഡ്രോവൽ, സമൂഹത്തിൽ നിന്ന് പിന്മാറി നിൽക്കാനുള്ള ഒരവസ്ഥ, കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരവസ്ഥ, ആത്മീയ അനുഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ളതായ ഒരു അനുഭവം, അതൊക്കെയും ജീവിതത്തിലുണ്ടാകുന്നു. ആത്മീയമായ തീഷ്ണതയോ ഊർജമോ ഉന്മേഷമോ ഉത്സാഹമോ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുന്നു. സ്പിരിച്വൽ ഹാലൂസിനേഷൻ, ചിലതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഒന്നും ഇല്ലാത്തതായിട്ടുള്ള അവസ്ഥ. ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് അതാണ്. നമുക്ക് മുൻപിൽ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് ചിലപ്പോൾ അങ്ങ് തോന്നുകയാണ്, പക്ഷേ അത് റിയൽ അല്ല. എന്ന് പറയുന്നത് പോലെ ആത്മീയമായ ചില കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് എന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിച്ചേക്കാം, പക്ഷേ ആത്മീയമായ ആ കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ലാത്തതായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അതുമാത്രമല്ല, ദൈവകൃപ വിട്ട് പിന്മാറുന്ന ഒരവസ്ഥ യേശാവിന് പറ്റിയതായിട്ടുള്ള അപത്യത. ദൈവകൃപ വിട്ട് പിന്മാറിയത് കൊണ്ട് യേശാവിനെ പോലെ നമ്മൾ
ദുഷ്പ്രവർത്തിക്കാരനാകരുത് എന്ന് എബ്രായ ലേഖനത്തിൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിലായി ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. അവിടെയാണ് മരണം, ആത്മീയമായ മരണം സ്ഥിരീകരിക്കപ്പെടുന്നത്. പാപം ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ പറയുമ്പോൾ കർത്താവ് യോഹന്നാനോട് കായനോട് പറയുന്നതായിട്ടുള്ള ഒരവസ്ഥയുണ്ട്. യഹോവയായ ദൈവം കായനോട് പറയുന്നു, നീ കോപിക്കുന്നതെന്ത്? നിന്റെ മുഖം വാടുന്നതെന്ത്? പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീ അതിനെ കീഴടക്കേണ്ടതാകും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമുക്കുള്ള ആത്മീയ പ്രചോദനമെല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പാപത്തിലേക്ക് നമ്മൾ വീണുപോകും. പാപം മരണത്തിലേക്ക് എത്തിച്ചേരുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെ ജനിപ്പിക്കുന്നു. ഇതാണ് ജീവിതത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് മരിക്കാറായ അവസ്ഥയിലായിരിക്കുന്ന വ്യക്തി മരണത്തിലേക്ക് എത്തിപ്പെടുന്നതായിട്ടുള്ള ഒരു ദുരന്ത അനുഭവമാണ് ചാവാറായ ശേഷിപ്പുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്നാമത്തേത് മരിച്ചുപോയവർ, രണ്ടാമത്തേത് മരിക്കാറായവർ, മൂന്നാമത്തെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത് ശേഷിപ്പുകൾ. ദൈവവചനത്തിൽ ഒരുപാട് ശേഷിപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഭൂരിപക്ഷം വിശ്വാസികളും വിശ്വാസത്യാഗികളായി ദൈവഭക്തി ഉപേക്ഷിച്ച് ലോകമയത്വത്തിന് ചെറിയ ശേഷിപ്പ് സർദീസിലെ സഭയിൽ ഉണ്ട് എന്ന് കർത്താവരെ ഓർത്ത് പ്രശംസിക്കുന്നു. അവർ പുലർത്തിപ്പോന്നിരുന്ന വിശ്വാസ ശൈലി വളരെ പ്രചോദനാത്മകമായിരുന്നു. ശേഷിപ്പുള്ള ആളുകൾ ചെയ്തിരുന്നതായിട്ടുള്ള ശുശ്രൂഷ എന്താണ്? അവർ ബൈബിൾ പഠിക്കുമായിരുന്നു, പ്രാർത്ഥനാ യോഗങ്ങൾ ക്രമീകരിക്കുമായിരുന്നു, കൂട്ടായ്മ യോഗത്തിൽ പങ്കെടുക്കുമായിരുന്നു, ആരാധനയിൽ മുടങ്ങാതെ പങ്കുചേരുമായിരുന്നു, സുവിശേഷീകരണത്തിൽ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു, ശബത്ത് ആചരണം അവർ നടത്തിപ്പോന്നിരുന്നു, ശിഷ്യത്വത്തിൻ്റെ വില അവർ മനസ്സിലാക്കിയിരുന്നു, ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെട്ടിരുന്നു, ക്രിസ്തീയ മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ അവർ കാത്തു സൂക്ഷിച്ചു പോന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുന്ന ഒരു ശേഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. വേദപുസ്തകത്തിൽ ആദിയോടന്തം ഒരു ശേഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. നോഹയുടെ കാലത്ത് ഒരു ശേഷിപ്പുണ്ടായിരുന്നു. നോഹ പ്രസംഗിച്ചു, യഹോവയായ ദൈവം ഒരു വലിയ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാക്കുവാനായി പോകുന്നു, അതുകൊണ്ട് രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആളുകൾ ഈ പെട്ടകത്തിൽ പ്രവേശിക്കുക എന്ന് നോഹ അനേക വർഷം പ്രസംഗിച്ച് മുന്നറിയിപ്പ് നൽകി. പക്ഷേ നോഹയുടെ പ്രസംഗം ആരും ശ്രമിച്ചില്ല. അവിടെ ഒരു ശേഷിപ്പ് മാത്രം, നോഹയും നോഹയുടെ ഭാര്യയും അവൻ്റെ 3 മക്കളും അവരുടെ ഭാര്യമാരും 8 പേരടങ്ങുന്ന ഒരു ശേഷിപ്പ് ആ ജലപ്രളയത്തിന് ശേഷം രൂപപ്പെട്ടു. ആ ശേഷിപ്പിലാണ് 70 വംശങ്ങളടക്കുന്ന ഒരു വലിയ ജനസമൂഹം ലോകത്തിലെമ്പാടും ഉണ്ടായതെന്ന് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാവ് 10:20 പറയുന്നു, അന്നാളിൽ ഇസ്രായേലിൽ ശേഷിപ്പുള്ളവരെ, യാക്കോബിന്റെ ഗ്രഹത്തിലെ രക്ഷിതഗണത്തെയും ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവത്തിൽ പരിപൂർണമായി അവർ ആശ്രയിക്കും. യിരെമ്യാവ് 23 പറയുന്നു, എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവരെ സകല ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് അവരുടെ ഉൾപ്പുറങ്ങളിലേക്ക് ഞാൻ വീണ്ടും കൊണ്ടുവരും. ആമോസ് 9 പറയുന്നു, അവൻ ഏദോമിൽ ശേഷിച്ചിരിക്കുന്നവരെയും എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന സകല ജനതകളെയും കൈവശമാക്കേണ്ടതിന് തന്നെ എന്ന് പറയുന്നു. യാക്കോബേ, ഞാൻ നിനക്കുള്ളവരെയൊക്കെയും ചേർത്തുകൊള്ളും, ഇസ്രായേലിൽ ശേഷിക്കുന്നവരെ ഞാൻ ശേഖരിക്കും. ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണ്. അതുകൊണ്ട് ശേഷിപ്പുകളുടെ ഒരു പുസ്തകമായിട്ടാണ്. എല്ലാ കാലത്തും ധാരാളം ആളുകൾ ദൈവത്തിൻ്റെ വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും വിട്ടുപോയാലും ഒരു ചെറിയ സമൂഹം എല്ലായ്പ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി, ദൈവകൃപയിൽ ശരണപ്പെടുന്നവരായി ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായുള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത് സ്ലീപ്പിംഗ് ചർച്ച്, ഉറങ്ങിയിരിക്കുന്ന ഒരു സഭയാണ്. കന്യകമാരുടെ ഉപമയിൽ അത് നമ്മൾ കണ്ടു. ഉറക്കത്തിൽ ആയിരിക്കുന്നതായിട്ടുള്ള ആളുകൾ ഉണർന്നപ്പോൾ അവരുടെ വിളക്ക് കെട്ടുപോയി, അതിന് ഒരുക്കമില്ലാത്തവരായി തീർന്നു. എന്താണ് സയൻസ് ഓഫ് എ സ്ലീപ്പിംഗ് ചർച്ച്? ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സഭയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കംപ്ലൈസൻസി, സമൃദ്ധിയിലുള്ളതായ ആലസ്യം,
എല്ലാം തികഞ്ഞിരിക്കുന്നു, എല്ലാം ഉണ്ട്, എനിക്കെല്ലാം തികഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയിലായിരിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ അലസതയോടുകൂടെ ഇരിക്കുന്നതായുള്ള അനുഭവം, കംപ്ലൈസൻസി എന്ന് പറയും. പ്രാർത്ഥനാ ജീവിതം ഇല്ലാതെ പോവുക, ആത്മീകമായ ഒരു മുരടിപ്പ് അനുഭവപ്പെടുക, വളർച്ചയില്ല. എബ്രായ ലേഖനത്തിൽ പറയുന്നു 5-ാം അധ്യായത്തിൽ, കാലം നോക്കിയാൽ നിങ്ങളിപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടതായുള്ള ഒരവസ്ഥയിലാണ്, പക്ഷേ ഇന്നും നിങ്ങൾ ആദ്യ പാഠങ്ങളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. ആയിരിക്കേണ്ട ആളുകൾ ഇന്നും ആദ്യ വിശ്വാസത്തിന്റെ നേഴ്സറി ക്ലാസ്സിലാണ് ഇന്നും ഇരിക്കുന്നത് എന്നുള്ളത് ഒരു സ്ലീപ്പിംഗ് ചർച്ചിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ സ്പിരിച്വൽ അപ്പതി, ആത്മീയമായ ഒരു നിസ്സംഗതയുടെ അനുഭവം, ഒന്നിനും ഒരു താല്പര്യമില്ലാത്തതായിട്ടുള്ള ഒരു അനുഭവം. സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്, ആത്മീയമായ തിമിരം ബാധിച്ചിരിക്കുന്നു. കാറ്ററാക്ട് ബാധിച്ചാൽ നമ്മൾ സർജറി ചെയ്ത് കണ്ണിൻ്റെ പ്രകാശം തിരികെ എടുക്കും. ആത്മീയമായ തിമിരം ബാധിച്ചാൽ ആ തിമിരത്തെ മാറ്റുവാനുള്ള ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമാകും. ദൈവത്തിൻ്റെ വചനമാകുന്ന ആ കാറ്ററാക്ട് സർജറിയിലൂടെ നമ്മുടെ തിമിരം മാറ്റിയെടുത്ത് നമുക്ക് വേണ്ടതായുള്ള പ്രകാശം ലഭിക്കുവാനായിട്ട് ദൈവത്തോട് ചേർന്നിരിക്കേണ്ടതായിട്ടുള്ള ഒരു അനുഭവമുണ്ട്. ലോകത്തോട് പറ്റിയിരിക്കുന്നതായുള്ള അനുഭവം, ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നു. അതുപോലെ തന്നെ സ്നേഹമില്ലായ്മ, സ്നേഹം തണുത്തിരിക്കുന്നു. എല്ലാവരുടെയും അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നു. ഷോർട്ടേജ് ഇൻ ചർച്ച് അറ്റൻഡൻസ്, ആരാധനയിൽ അറ്റൻഡൻസ് കുറഞ്ഞു പോകുന്നു. ബോറിംഗ് ആൻഡ് ഡൾ, അതായത് നേതാക്കന്മാരുടെ പ്രബോധനങ്ങളിൽ കാര്യമായ ഒന്നും ജനത്തിന് കിട്ടാത്തതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. നോ ഡിസൈപ്പിൾ മേക്കിംഗ്, ശിഷ്യത്വത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് ശിഷ്യരാക്കുന്ന ആ പ്രക്രിയയിൽ നിന്ന് നമ്മളിപ്പോൾ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇതാണ് സ്ലീപ്പിംഗ് ചർച്ചിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, മരിച്ചവർ കുറേ പേരുണ്ട്, ചാവാറായവരുണ്ട്, ശേഷിപ്പുണ്ട്, ഉറങ്ങിയിരിക്കുന്നവരുണ്ട്. എന്നാൽ ഒടുവിൽ പറയുകയാണ്, ഉടുപ്പ് മലിനമാകാത്ത ചില ആളുകൾ എനിക്ക് സർദീസിലെ സഭയിലുണ്ട്. അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം വളരെ വലുതാണ്. അവർ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം നടക്കും. അവരുടെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല. വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് ആയിരിക്കുന്ന ആളുകളെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, കുഞ്ഞാട് അവരുടെ പ്രകാശമായിരിക്കും, കുഞ്ഞാടവരെ ജീവജലത്തിന്റെ ഉറവിലേക്ക് നയിക്കും, ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. വെള്ളവസ്ത്രം ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി വരുന്നതായിട്ടുള്ള ഒരു വലിയ ജനസമൂഹത്തെ കുറിച്ചാണ് അവിടെ യോഹന്നാൻ പിന്നീട് പറയുന്നത്. എൻ്റെ പിതാവിൻ്റെയും ദൂതന്മാരുടെയും മുമ്പിൽ ഞാൻ അവരെ കുറിച്ച് ഏറ്റുപറയും. എന്നെ ഏറ്റുപറയുന്നവനെ ഞാൻ പിതാവിൻ്റെയും ദൂതന്മാരുടെയും മുമ്പിൽ ഏറ്റുപറയും. എന്നെ തള്ളിപ്പറയുന്നവരെ ഞാൻ പിതാവിൻ്റെയും ദൂതന്മാരുടെയും മുമ്പിൽ തള്ളിപ്പറയുമെന്ന് കർത്താവ് അരുളി ചെയ്തതായിട്ടുള്ള വിലയേറിയ വചനമാണ്. സർദീസിലെ സഭയോടുള്ള ദൂത് ആധുനിക സഭയ്ക്കും വളരെ ബാധകമാണ്. ആധുനിക സഭയും ഇന്ന് മരിച്ച അവസ്ഥയിലാണോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ്. ആലസ്യത്തിൽ നമ്മൾ ഇരിക്കുന്നുവോ? ചാവാറായ അനുഭവത്തിലാണോ നമ്മൾ ആയിരിക്കുന്നത്? നമ്മളോടും കർത്താവിൻ്റെ സന്ദേശം ഇത് തന്നെയാണ്. ഉണരുക, ജാഗ്രത പാലിക്കുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, ഒരുങ്ങിയിരിക്കുക, കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തിരിക്കുക. ഇതാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുക. മാനസാന്തരപ്പെടുക എന്ന പദം വേദപുസ്തകത്തിൽ 106 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോഴുമുള്ള ദൂതാണ്. മാനസാന്തരപ്പെടുക എന്ന ഭാഗം പ്രവാചക പുസ്തകത്തിലുണ്ട്, സുവിശേഷങ്ങളിലുണ്ട്, ലേഖനങ്ങളിലുണ്ട്. എല്ലായിടത്തും മാനസാന്തരപ്പെടുക എന്നുള്ള ആഹ്വാനമുണ്ട്. യോഹന്നാൻ ശ്രാവകൻ ആദ്യമായിട്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെയും ആദ്യത്തെ പ്രസംഗം അതായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ള
ആ വലിയ ആഹ്വാനമാണ് കർത്താവും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും സുവിശേഷകന്മാരും കാലാകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായ പ്രധാനപ്പെട്ട വാക്ക്. ഈ മാനസാന്തരപ്പെടുക എന്ന വാക്ക് വേദപുസ്തകത്തിലുണ്ട്, പ്രവാചക സന്ദേശത്തിലുണ്ട്, കർത്താവിന്റെ സന്ദേശത്തിലുണ്ട്, അപ്പോസ്തലിക പ്രഖ്യാപനങ്ങളിലുണ്ട്. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. മരിച്ചില്ലെങ്കിലും മരിക്കാറായ അവസ്ഥയിലാണ് ഇന്നത്തെ സഭയുടെ സ്ഥിതി. ഇതിനെയാണ് കർത്താവ് ദൂത് നൽകി നമ്മെ ശക്തീകരിക്കുന്നത്. ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ന്യായവിധി എന്ന പദം 430 പ്രാവശ്യം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് സർദീസിലെ സഭയുടെ പാപം? അഹങ്കാരം, അത്യാഗ്രഹം, മോഹം, അസൂയ, ആഹ്ലാദം, ക്രോധം, അലസത. ഇതെല്ലാം സർദീസിലെ സഭയ്ക്ക് മാത്രമുള്ളതല്ല, ഇന്ന് ജീവിക്കുന്ന നമ്മുടെ സഭയ്ക്കും ആയിരിക്കുന്ന നമ്മുടെ വിശ്വാസ സമൂഹത്തിനും ഇന്ന് ഇത് വളരെ അന്വർത്ഥമായിട്ടുള്ള പദങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ നമ്മുടെ സഭയുടെ അവസ്ഥ, നമ്മുടെ സഭയുടെയും കൂട്ടായ്മയുടെയും അവസ്ഥ ഇങ്ങനെയല്ലേ? നമുക്ക് പണ്ടുണ്ടായിരുന്ന ആ ഊർജമുണ്ടോ? പണ്ടുണ്ടായിരുന്ന താല്പര്യമുണ്ടോ? പണ്ടുണ്ടായിരുന്നതായിട്ടുള്ള ആ ഉണർവും ഉന്മേഷവും ഉണ്ടോ? അതില്ലാത്തതായിട്ടുള്ള അവസ്ഥയെല്ലാം ചാവാറായ അനുഭവമാണ്. സർദീസിലെ സഭയെ പോലെ നമ്മളും മരിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, ചാവാറായിട്ടുണ്ടെങ്കിൽ, ഉറങ്ങിയിട്ടുണ്ടെന്ന് വരികിൽ അവിടെ നിന്ന് ഉണർന്നെഴുന്നേറ്റ് ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിച്ച് ദൈവരാജ്യത്തിന്റെ അനുഭവക്കാരായി അനേകരെ ഈ ശിഷ്യത്വത്തിലേക്ക് ആകർഷിക്കുന്നവരായി ശിഷ്യ സമൂഹത്തിന് മുതൽക്കൂട്ടായി നമുക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള ആ വെള്ളയുടുപ്പും ആ വെള്ളസിംഹാസനവും കർത്താവ് ഒരുക്കിയിരിക്കുന്ന ജീവന്റെ കിരീടവും പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒരുക്കാം. പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, എന്നോട് കൂടെ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ തന്നെ എന്ന് പറഞ്ഞ് ആ പൗലോസിനെ പോലെ നമുക്ക് ഉത്സാഹത്തോടെ, ഉണർവോടെ, താല്പര്യത്തോടു കൂടെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായിട്ട് ഒരുങ്ങിയിരിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടുകൂടെ തേജസ്സിൽ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഈ അനുഭവത്തിനായിട്ട് നമ്മെ ഒരുക്കാം. അതിന് ദൈവം നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ചിന്തയ്ക്കായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചിന്ത കേൾക്കുന്നത്. കാരണം നമ്മള് പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരു രോഗി അല്ലെങ്കിൽ ഏതെങ്കിലും ആക്സിഡന്റിൽപ്പെട്ട ഒരു വ്യക്തി മരണപ്പെടുന്നതിന് മുമ്പായിട്ട് ചില ക്രമീകരണങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഓട്ടോപ്സി റിപ്പോർട്ട് ഈ മരിച്ച വ്യക്തിക്ക് അത്യാവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കിയത് ഇന്നാണ്. അത് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. കാരണം മരിച്ചവരോട് നമ്മൾ എത്ര സുവിശേഷം അറിയിച്ചാലും മാനുഷികമായ ഭാഷയിൽ അവർക്ക് അത് സ്വീകരിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം, മരിച്ചവരെ ജീവിപ്പിക്കുന്ന വചനം, അത് ലഭിക്കുമ്പോൾ മാത്രമാണ് അനുഗ്രഹത്തിലേക്ക് അടുക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് അവിടെ നമുക്ക് ലഭിക്കുന്ന വലിയൊരു ആലോചന എന്താണെന്ന് ചോദിച്ചാൽ, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുക, മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ, അപ്പോൾ നമ്മൾ എഫെസ്യ ലേഖനത്തിലെ 5-ാം അധ്യായത്തിൽ നമ്മൾ പറയുന്നുണ്ട്, അതുകൊണ്ട് മരിച്ചവരെ നിങ്ങൾ ഉറങ്ങുന്നവരായിട്ട് അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുവാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മരിച്ചവരും അതുപോലെ തന്നെ ഉറങ്ങുന്നവരെയൊക്കെ ഒരേ ഗണത്തിലാ ഇന്ന് കർത്താവ് നമ്മളെ കാണുന്നത്. അങ്ങനെയെങ്കിൽ മാനസാന്തരപ്പെട്ട് ഉണർന്ന ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാണ്ടൊക്കെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കേൾപ്പിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ദൂതനായിട്ട് ദൈവകരങ്ങളിലേക്ക് പ്രിയ അച്ഛനെ ഓർത്ത്, അച്ഛന്റെ തുടർന്നുള്ള ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ദൈവത്തിന്റെ പൊന്നുനാമം എന്നുമെന്നും മഹത്വപ്പെടുമാറാകട്ടെ.